إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد സ്നേഹബഹുമാനങ്ങളായ വിശ്വാസികളെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് തഖ്വയും ഉള്ളവരായിട്ട് ജീവിക്കണേ എന്ന് സ്വന്തത്തോട് ബാധ്യതയുള്ളതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അവന്റെ നല്ല അടിമകളിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നാം നിലനിൽക്കുന്ന ഈ സമകാലികതയിൽ നമ്മൾ കേട്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് വിഷയങ്ങളെ മുൻനിർത്തി ചില കാര്യങ്ങൾ ഉണർത്തുവാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. ഇതിലൊന്ന്, നാം എല്ലാവരും അറിഞ്ഞതുപോലെ തന്നെ ഓരോ നിമിഷവും നാം വാർത്തകൾക്ക് കാതോർക്കുന്നത് പോലെ തന്നെ ഉത്തര കർണാടകയിലെ പശ്ചിമഘട്ടത്തിലെ ശിരൂർ മലനിരകളിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വലിയ ഉരുൾപൊട്ടലുണ്ടായി. മലനിരകളുടെ താഴ്വാരത്തിലൂടെ ചേർന്നു പോകുന്ന ഗംഗാവലി നദിയോട് ചേർന്ന ദേശീയപാതയിലൂടെ ട്രക്കോടിച്ചു പോയ നമ്മുടെ കേരളത്തിലെ ഒരു സഹോദരൻ ആ സമയത്ത് പാതയോരത്ത് വണ്ടിയിൽ വിശ്രമിക്കുകയായിരുന്നു എന്നാണ് നിഗമനം. ആ സഹോദരനെ ബന്ധപ്പെടാൻ സാധിക്കാതെ വിവരങ്ങൾ അറിയാതിരിക്കുമ്പോൾ അത് ആദ്യം കുടുംബത്തിന്റെ ഒരു ആശങ്കയായി, ചാനലുകളിൽ അത് വാർത്തയായി, പിന്നീട് അത് ഒരു പ്രദേശത്തിന്റെ ആകെ അന്വേഷണമായി. നാളുകൾ പോകുന്തോറും ഒരു സംസ്ഥാനത്തിന്റെ രക്ഷാദൗത്യമായി, പിന്നെ അത് ഒരു രാജ്യം മുഴുവൻ ഏറ്റെടുക്കുന്ന, അതിർത്തികളെ ഭേദിക്കുന്ന വിധത്തിൽ മനുഷ്യരൊന്നാകെ മനുഷ്യ മനസ്സുകളെ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന, പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സങ്കടമായിട്ട് അത് മാറുകയുണ്ടായി. നമുക്കറിയാം, കേന്ദ്രത്തിൽ നിന്ന് അവരുടെ സൈനിക വിഭാഗമായ നാവികസേനയും കരസേനയും ഒക്കെ മുങ്ങൽ വിദഗ്ധർ വന്ന് അത്യന്താധുനിക സംവിധാനങ്ങൾ അവിടെ ഒരു മനുഷ്യന്റെ ജീവിച്ചുപോയോ അല്ലെങ്കിൽ മരിച്ചുപോയോ എന്നറിയാത്ത ഒരു സഹോദരന്റെ തുടിപ്പുകൾക്ക് വേണ്ടി അന്വേഷിക്കാൻ ഒട്ടേറെ സംവിധാനങ്ങൾ വന്നു. നോക്കൂ, ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് അവിടെ വെള്ളത്തിലും ചളിയിലും താഴ്ന്നു കിടക്കുന്ന വസ്തുക്കളെ കണ്ടെത്താൻ വേണ്ടി, അതിന്റെ സാധ്യതകളെ അന്വേഷിക്കാനും അത് ഉറപ്പുവരുത്താനും സാധിക്കുന്ന തരത്തിലുള്ള ഐബോട്ട് ഡ്രോൺ ക്യാമറകൾ അവിടെ കൊണ്ടുവന്ന് അതുകൊണ്ട് തിരച്ചിൽ നടത്തുകയാണ്. എന്ന് മാത്രമല്ല, നമുക്ക് വാർത്തകളിൽ വായിച്ചാൽ തെർമൽ ഇമേജിംഗ് ക്യാമറകൾ, ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറുകൾ, ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറുകൾ, ഡ്രില്ലിംഗ് ബൂമറുകൾ എന്ന് തുടങ്ങി ഒരു സൈനിക സംവിധാനം ഉപയോഗിക്കുന്ന മഹത്തായ അത്യന്താധുനിക സംവിധാനങ്ങളൊക്കെയും അവിടെയുണ്ട്. പക്ഷെ ഇന്ന് 11-ാം നാളാകുമ്പോഴേക്ക് എവിടെയാണ് ആ സഹോദരൻ എന്ന ഒരു തുമ്പ് പോലും നമുക്കാർക്കും നൽകാൻ ഈ സംവിധാനങ്ങൾക്കായിട്ടില്ല. നമുക്ക് പ്രിയപ്പെട്ടവരെ, സങ്കടവും നമ്പരവും നൽകുന്ന അനുഭവമായി അത് നമ്മെ വേട്ടയാടുമ്പോ
ആ സഹോദരനെ തിരിച്ചു കിട്ടാനും ആ കുടുംബത്തിന് സമാധാനം നൽകാനും ലോകം ഒന്നാകെ പ്രാർത്ഥിക്കുന്നത് പോലെ ആ പ്രാർത്ഥനയോട് നമ്മൾ ചേർന്ന് നിൽക്കുകയാണ്. ഇവിടെ ഈ ട്രക്കിനെയോ മനുഷ്യനെയോ കണ്ടെത്താനാവാത്ത വിധത്തിൽ അവർക്ക് ഭീഷണിയായി നിലനിൽക്കുന്നു എന്ന് ഇപ്പോൾ വാർത്തകളിൽ വരുന്നത് ആ നദിയിലെ വല്ലാത്ത ജലപ്രവാഹമാണ്. അടിയൊഴുക്ക് കാരണം അവിടേക്കൊന്ന് ഇറങ്ങാനോ പരിശോധിച്ചു നോക്കാനോ പറ്റാത്ത വിധത്തിൽ അവിടെ നമ്മുടെ മനുഷ്യർ ഒന്നാകെ കൊണ്ടുവന്ന സംവിധാനങ്ങളൊക്കെ പരാജയപ്പെട്ട് നിസ്സഹായരായി ആളുകൾ കാത്തു നിൽക്കുകയാണ്. എന്നാലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, കണ്ടെത്താൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സമയം പടച്ചവന്റെ കതിരുണ്ടെങ്കിൽ, ആ സമയം എത്തുന്നതിന് ഒരു സെക്കൻഡ് മുമ്പ് പോലും നാം ഈ കൊണ്ടുവന്ന രാജ്യമൊട്ടാകെ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളൊക്കെ കൊണ്ട് കരുതിയിട്ട് പോലും നിങ്ങൾക്ക് അവിടെ എത്താനാവില്ല എന്ന ഒരു സന്ദേശം കൂടി നമുക്ക് ആ വാർത്തകൾ നൽകുന്നു. മനുഷ്യ, നീ എത്ര നിസ്സഹായനാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തോളത്ത് പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് കുട്ടിയായിരിക്കെ പറഞ്ഞ ഒരു വാചകമുണ്ട്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ്. ആ വാചകം നാം ഈ സന്ദർഭത്തിൽ ഒന്നുകൂടി ഓർത്തു പോവുകയാണ്. വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത അലാ അൻ യൻഫഉക ബിശൈഇൻ. മോനെ, നീ അറിയണം, സമൂഹം ഒന്നാകെ നിനക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി അവരൊക്കെ നിർമ്മിച്ചു കൂടിയാൽ പോലും ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക. അല്ലാഹു നിനക്ക് കണക്കാക്കിയതിൽ നിന്ന് അപ്പുറത്തൊരു ഉപകാരം ചെയ്യാൻ ആ ലോകം ഒന്നാകെ ഒന്നിച്ചു ചേർന്നാലും സാധിക്കില്ല മോനെ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നാം ഈ അവസരത്തിലല്ലാതെ എന്ന് എപ്പോഴാണ് ഓർക്കുക. അവരൊക്കെയും നിനക്കൊരു ഉപദ്രവം ഉണ്ടാക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയാൽ മോനെ നിനക്ക് അല്ലാഹു തീരുമാനിച്ചതിനപ്പുറത്തുള്ള ഒരു ഉപദ്രവം അവരെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അർത്ഥഗർഭമായ കവിതകൾ അറബി ഭാഷയിൽ എഴുതിയ ഒരു മഹാപണ്ഡിതനാണ് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിൽ ഒരു കവിതയുണ്ട്. പടച്ചവനെ, ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പോലും നീ ഉദ്ദേശിച്ചതൊക്കെ നടക്കും. ഇനി ഞാൻ എന്തെങ്കിലും ഇനി ഞാനൊരു കാര്യം ഉദ്ദേശിച്ചു എന്ന് വിചാരിക്കുക, അത് നീ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അത് നടക്കുകയുമില്ലല്ലോ റബ്ബേ. നിനക്കുള്ള ഒരു അറിവിന്റെ മേലിലാണ് റബ്ബേ നീ ഇബാദുകളെയൊക്കെയും അടിമകളെയൊക്കെയും സൃഷ്ടിക്കുന്നത്. ആ അറിവിന്റെ മേലാണ് ഏതൊരു യുവാവും പ്രായമുള്ളവരും ഒക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അവരിൽ ആരൊക്കെയുണ്ട്? നിന്റെ ഖദാ കൊണ്ട് നിർഭാഗ്യവാൻ അവരിലുണ്ട്, സഈദ് സൗഭാഗ്യവാൻ അതിലുണ്ട്, ഏറ്റവും മോശപ്പെട്ടവൻ അതിലുണ്ട്, ഏറ്റവും നല്ല മനുഷ്യനൊക്കെ ഉണ്ട്. അതൊക്കെ നിന്റെ ഖദറാണ്. നീ സൃഷ്ടിച്ചവരിൽ നീ അനുഗ്രഹം ചെയ്തവരുണ്ട്, നീ നിന്യരാക്കി കളഞ്ഞവരുണ്ട്, നീ സഹായിച്ചവരും നീ സഹായിക്കാത്തവരും ഒക്കെ ഉണ്ടല്ലോ പടച്ചവരെ. അത് നിന്റെ മാത്രം തീരുമാനവും നിന്റെ മാത്രം ഖദറും നിന്റെ മാത്രം പെട്ടതാണല്ലോ എന്ന് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് മനോഹരമായ കവിതയിലൂടെ ഉണർത്തുന്നുണ്ട്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്ത് സംവിധാനങ്ങൾ ഉണ്ടായാലും അള്ളാഹു വിചാരിച്ചതിന്റെ അപ്പുറത്ത് ഒരു നിമിഷത്തേക്ക് നമുക്ക് സഞ്ചരിക്കാനാവില്ല എന്ന വസ്തുത നമ്മൾ ഓർത്തെടുക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് മനുഷ്യ ജീവിതത്തിൽ എല്ലാ അനുഭവങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. അതിൽ നല്ലതുണ്ടാവും, ചീത്തയുണ്ടാവും, അതിൽ ലാഭമുണ്ടാവും, നഷ്ടമുണ്ടാവും, അതിൽ ക്ഷേമകാലം ഉണ്ടാവും, ക്ഷാമകാലം ഉണ്ടാവും, അതിൽ ആഹ്ലാദത്തിന്റെ നിമിഷങ്ങൾ ഉണ്ടാവും, ദുഃഖപൂരിതമായ അനുഭവങ്ങൾ ഉണ്ടാകും, സുഖാനുഭൂതിയിൽ നമ്മൾ ലയിച്ച് അമരുന്ന സമയങ്ങളുണ്ടാകും, ദുഃഖസാന്ദ്രമായ ദിവസങ്ങൾ നമുക്ക് തള്ളി നീക്കേണ്ടി വരും. പക്ഷേ ഈ രണ്ട് ഇരുട്ടും വെളിച്ചവും പോലെ രാവും പകലും പോലെ ഇങ്ങനെ മാറി മാറി വരുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോലും ഏതൊരു നിമിഷത്തിലും നമുക്ക് ആകെ അവലംബിക്കാനുള്ളത് അത് പടച്ചവൻ മാത്രമാണ് എന്ന ചിന്തയാണ് സത്യവിശ്വാസികളെ നയിക്കേണ്ടത്. ഏതുപോലെ ഏത് കൊടുങ്കാറ്റിലും ആടിയുടയാത്ത ഒരു മരം എങ്ങനെയുള്ള കാറ്റ് അടിച്ചു വീശുമ്പോഴും അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആടുന്നതിനപ്പുറത്ത് അതിന്റെ വേരകത്ത് മാറ്റപ്പെടാത്ത വിധത്തിൽ ഭൂമിയിലേക്ക് വേരാഴ്ത്തിയ ഒരു മരത്തെ പോലെ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം ഏത് ജീവിത പ്രതിസന്ധിയിലും. അത് സന്തോഷമുണ്ടാകുമ്പോൾ പോലും ആളുകൾക്ക് ഇപ്പൊ അങ്ങനെയാണ്, എന്ത് സന്തോഷ നിമിഷമാണ് ആഘോഷിക്കാൻ കിട്ടുക എന്ന് കാത്തു നിൽക്കുകയാണ്. അങ്ങനെ വിവിധങ്ങളായ ആഘോഷ നിമിഷങ്ങളെ നമ്മൾ വ്യത്യസ്ത പേരുകളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആഘോഷത്തെ മുൻനിർത്തിയിട്ട് വേറെ വേറെ പുതിയ കടകൾ തുറക്കുകയാണ്. നിങ്ങൾക്ക് ആ സമയത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന സ്റ്റിക്കർ, ഇന്ന സമയത്ത് ഉപയോഗിക്കേണ്ട പടക്കങ്ങൾ,
അങ്ങനെ അതിനുവേണ്ടി സംവിധാനങ്ങൾ ഉണ്ടാക്കുകയാണ്. മനുഷ്യൻ ഏത് നിമിഷവും ആഘോഷിക്കാനുള്ള ത്വര ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല, അത് സന്തോഷമാകട്ടെ, സന്താപമാകട്ടെ, ദുഃഖമാകട്ടെ, ഏത് നിമിഷത്തിലും എനിക്ക് അവലംബിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമാണെന്നുള്ള ബോധ്യമാണ് നമ്മെ നയിക്കേണ്ടത്. സൂറത്ത് ഇബ്രാഹിം 24-ാമത്തെ ആയത്തിൽ അലം തറ കൈഫ ളറബ അല്ലാഹു മസലൻ കലിമതൻ തയ്യിബത. നോക്കൂ, നിങ്ങൾ കണ്ടില്ലേ അല്ലാഹു എങ്ങനെയാണ് ഒരു നല്ല വാക്യം ഉപമിച്ചതെന്ന് നോക്കൂ. കലിമതൻ തയ്യിബ, ഒരു കലിമതൻ തയ്യിബത, ഒരു നല്ല വാക്കിനെ അല്ലാഹു എങ്ങനെയാണ് ഉപമിച്ചത്? കശജറത്തിൻ തയ്യിബ, ഒരു നല്ല മരം പോലെ. അസ്ലുഹാ സാബിതുൻ, അതിന്റെ വേര്, അതിന്റെ അടിവേര് ഉറച്ചതാണ്. വഫറുഹാ ഫിസ്സമാ, അതിന്റെ ശിഖരങ്ങൾ ആകാശത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നതുമാണ്. പണ്ഡിതന്മാരെ വിശദീകരിച്ചു, കലിമതൻ തയ്യിബ, നല്ല വാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നല്ല വാക്കിനെ അല്ലാഹു ഉദാഹരിച്ചു. അതേതാണ് നല്ല വാക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഉദാഹരണമാണ് അല്ലാഹു പറഞ്ഞത്. ഒരു നല്ല മരം പോലെ എന്ന് പറഞ്ഞു. കശജറത്തിൻ തയ്യിബ, ഒരു നല്ല മരം പോലെ. ഏതാണ് നല്ല മരം? അത് മുഅ്മിനെ കുറിച്ചാണ്. അത് വേരുറച്ചതാണെന്ന് അല്ലാഹു പറഞ്ഞു. അത് ഹൃദയത്തിൽ തൗഹീദ് ഉറച്ച, അല്ലാഹുവിൽ സത്യവിശ്വാസം ഉറച്ച മനുഷ്യനെ കുറിച്ചാണ് പറഞ്ഞത്. അതിന്റെ ശിഖരങ്ങൾ, അതിന്റെ വേരുകൾ ആഴ്ന്നിറങ്ങി എന്ന് പറയുമ്പോൾ അവന്റെ ഹൃദയത്തിൽ അവന്റെ അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധ്യം അത്രത്തോളം ആഴത്തിൽ വേരുറച്ചിട്ടുണ്ടെന്നാണ്. അതിന്റെ ശിഖരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് സൽക്കർമ്മങ്ങൾ എപ്പോഴും അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് നല്ല മനുഷ്യന്റെ ഉദാഹരണമെന്ന് ഖുർആൻ പറഞ്ഞു. അടുത്ത ആയത്തിൽ ആ മരമുണ്ടല്ലോ, അല്ലാഹുവിന്റെ അനുവാദത്തോടുകൂടി ഏത് സമയത്തും അത് കായ്കനികളെ നൽകിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഒരു നല്ല മനുഷ്യൻ. തത്വം ഉൾക്കൊണ്ട ഹൃദയത്തിൽ ഈമാൻ ഉറച്ച, അടിയുറച്ച ഒരു വിശ്വാസിയുടെ ഉദാഹരണം അതാണ്. ഏത് സമയത്തും അതിൽ നിന്ന് കായ്കനികൾ വർഷിച്ചുകൊണ്ടേയിരിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ. അതുകൊണ്ട് സന്തോഷാവസരത്തിലും സന്താപാവസരത്തിലും ഒരു സത്യവിശ്വാസി ഇളകിപ്പോകാത്ത ഒരു മനുഷ്യനായിരിക്കണം. അള്ളാഹുവിനോട് ബന്ധം അറ്റുപോകാത്ത ഒരു നിരക്ക് മാത്രമേ ഒരു സത്യവിശ്വാസി ഉണ്ടാകാൻ പാടുള്ളൂ എന്ന ബോധ്യത്തിൽ നിന്ന് നമ്മൾ പുറത്തിറക്കാൻ പാടില്ല. നമ്മുടെ ബോധ്യത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം ചിലപ്പോഴൊക്കെ നിരന്തരമായ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ, ശമനമാവാത്ത രോഗങ്ങൾ വരുമ്പോൾ, സമാധാനം കിട്ടാത്ത മാനസികമായ പിരിമുറക്കങ്ങൾ വരുമ്പോൾ, അപ്പോഴൊക്കെയാണ് മനുഷ്യൻ എവിടെ നിന്നാണ് ഒരു സമാധാനം കിട്ടുക എന്ന് അന്വേഷിച്ച് അല്ലാഹു അല്ലാത്തവരിലേക്ക് എത്തിപ്പോകുന്നത്. പലപ്പോഴും ജീവിതം അങ്ങനെയാണ്. അപ്പോഴാണ് ആളുകൾ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഇങ്ങനെ ഒരു കേന്ദ്രമുണ്ട്, ഇങ്ങനെ ഒരു സിദ്ധനുണ്ട്, ഇങ്ങനെ ഒരു അമ്പലമുണ്ട്, ഒരു പൂജാരിയുണ്ട്, അയാളുടെ അടുത്ത് പോയിട്ട് പിന്നെ ഇന്ന പ്രശ്നങ്ങൾക്ക് ശമനം ഉണ്ടായിട്ടുണ്ട് എന്ന് പോലും പറയുന്ന ആളുകൾ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ഈ പരീക്ഷണങ്ങൾ എത്രത്തോളം നമ്മെ പിടിച്ചു വെക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയിക്കുന്നത്. ആ പരീക്ഷണങ്ങളിലൊക്കെയും അടിയുറച്ചു നിൽക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് സത്യവിശ്വാസിയാവാൻ സാധിക്കും. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ, ആ ഹദീസ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, ഞാൻ നിനക്ക് ചില പദങ്ങൾ പഠിപ്പിച്ചു മോനെ. ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ നിന്നെ അല്ലാഹു സംരക്ഷിക്കും. നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ നിന്റെ പ്രതിസന്ധിയുടെ സമയത്ത് അല്ലാഹു നിന്റെ മുമ്പിലുണ്ടാകും. എന്നുവെച്ചാൽ പ്രതിസന്ധിയുടെ സമയത്ത് നീ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നിനക്ക് സഹായമായിട്ട് അല്ലാഹു ഉണ്ടാകും. നീ ചോദിച്ചാൽ നീ അല്ലാഹുവിനോട് ചോദിക്കും. നിനക്ക് ചോദിക്കാനുണ്ടോ? നീ അല്ലാഹുവിനോട് ചോദിക്കുക. നിനക്ക് സഹായം തേടാനുണ്ടോ? നീ അല്ലാഹുവിനോട് സഹായം തേടുക. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസിനോട് പറഞ്ഞതായിട്ട് ആ ഹദീസിന്റെ തുടക്കത്തിൽ നമ്മെ പഠിപ്പിക്കപ്പെടുന്നത്. ഇവിടെയാണ് നമ്മളൊരു സംഗതി ആലോചിച്ചു പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സമകാലികമായ സംഭവങ്ങളിൽ ഒന്നിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഒരു രാഷ്ട്രീയ നേതാവ് ഒരു സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചു. ഒരു ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുകയാണ്. സംസാരത്തിനിടയിൽ വളരെ ചെറിയൊരു സമയത്ത് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ്: പടച്ചോനോട് എന്തിനാ ഇടയ്ക്ക് ആള് നേരിട്ടെന്ന് ചോദിച്ചാൽ പോലെ എന്നൊരാൾ സംസാരത്തിൽ ചൊല്ലി. പടച്ചോനോട് ചോദിക്കാൻ എന്തിനാ ഇടയിൽ ഒരാള് നേരിട്ട് ചോദിച്ചാൽ പോലെ? ഇത് ചോദിച്ചപ്പോ പലരുടെയും വിശ്വാസം വ്രണപ്പെട്ടു എന്ന് രേഖാമൂലം എഴുതി കൊടുക്കുകയാണ്. രേഖാമൂലം കത്തെഴുതി പാർട്ടി ഓഫീസിലേക്ക് കത്തയക്കുകയാണ്. എന്താ കത്തിലെ വാചകം? ഇത് ഞങ്ങളുടെ വിശ്വാസധാരയെ ഇകഴ്ത്തുന്നതും പരിഹസിക്കുന്നതും ഞങ്ങളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതുമാണ്. എവിടെ കേരള സമൂഹത്തിൽ മലയാളം അറിയുന്ന ഏത് മനുഷ്യനും ചിന്തിച്ച് തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവനിപ്പോ തൗഹീദിലേക്ക് വരാൻ പറ്റിയ ഒരു വാചകമാണ് ആ കത്തിലുള്ളത് എന്ന് നിങ്ങൾ ആലോചിച്ചുകൊണ്ടോ? ഏതൊരു മനുഷ്യനും അടിസ്ഥാനപരമായ ദീനിന്റെ വിശ്വാസത്തെ കുറിച്ചറിയുന്ന ഒരു മനുഷ്യൻ ആഗ്രഹിക്കുമ്പോ അത് അവനെ ചിന്തിക്കുന്ന വിഷയമാണ്. അള്ളാഹുവിനോട് ചോദിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോ ഒരു വിശ്വാസം വ്രണപ്പെടുന്നുണ്ടെങ്കിൽ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കണമെന്ന് വിശ്വസിക്കട്ടെ. അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുക തന്നെ വേണമെന്ന് വിശ്വസിക്കുന്നവർക്കാണ് അള്ളാഹു മാത്രം പോരെ എന്ന് പറയുമ്പോൾ വിശ്വാസം വ്രണപ്പെട്ടു പോവുക. അത്
അത് യാതൊരുവിധ ലജ്ജയുമില്ലാതെ സമൂഹത്തിന്റെ മുമ്പിൽ ഒന്നാകെ തുറന്നു വെച്ച് ഒരു കത്തങ്ങനെ എഴുതുമ്പോ എത്രമാത്രം അബദ്ധജടിലമായ വിശ്വാസത്തിലാണ് ആ സമൂഹം ഉള്ളത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അടിമക്കും അള്ളാഹുവിനിടയിൽ ആളുകൾ എന്തിനാണ്? അള്ളാഹു പോലെ നേരിട്ട് ചോദിച്ച പോലെ എന്ന ആശയം ഇതാദ്യം ലോകത്ത് നമ്മൾ കേട്ടതല്ല. ലോകത്തുള്ള പ്രവാചക സമൂഹം ഒക്കെ വന്നിട്ടുള്ളത് നിങ്ങൾ അള്ളാഹുവിലേക്ക് മാത്രം തിരിയണമെന്ന് പറയാനാണ്, മറ്റുള്ളതിനെ എല്ലാം ഉപേക്ഷിക്കണമെന്ന് പറയാനാണ്. നോക്കൂ, സൂറത്ത് നഹ്ൽ 16-ാമത്തെ സൂറത്തിലെ 36-ാമത്തെ ആയത്ത്, നാം എല്ലാ സമൂഹത്തിലേക്കും പ്രവാചകനെ നിയോഗിച്ചിട്ടുണ്ട്, റസൂലിനെ നിയോഗിച്ചിട്ടുണ്ട്. എന്താ സന്ദേശം? നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. നിങ്ങൾ ത്വാഗൂത്തിനെ, ദുർമൂർത്തികൾ ഉപേക്ഷിക്കണം. ഇത് പഠിപ്പിക്കാനല്ലാതെ ഒരു സമൂഹത്തിലും നാം ഒരു ദൂതനെയും അയച്ചിട്ടില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്ന് മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള താഗൂത്തുകളുണ്ടല്ലോ, ദുർമൂർത്തികളുണ്ടല്ലോ, അതിനെയൊക്കെ ഉപേക്ഷിക്കണമെന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിലനിൽപ്പ് പോലും, അതിന്റെ അടിസ്ഥാനം പോലും ആദ്യത്തെ നഫിയും പിന്നീട് ഇസ്ബാത്തുമാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചില്ലേ. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല. നിന്റെ ഹൃദയത്തിലുള്ള ഏത് ഇലാഹുകൾ നീ കുടിയിരുത്തിയിട്ടുണ്ടോ, നിന്നെ ആപത്കാലത്ത് സഹായിക്കുമെന്ന്, നിനക്ക് സങ്കടമുള്ള സമയത്ത് നിനക്ക് സഹായവുമായിട്ട് എത്തുമെന്ന് നീ ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ദുർമൂർത്തികളുണ്ടല്ലോ, അതിനെയൊക്കെ ഉപേക്ഷിക്കുകയാണ് നമ്മുടെ തൗഹീദിന്റെ വചനത്തിന്റെ ആദ്യത്തെ കാതൽ എന്ന് പറയുന്നത്. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല. ആ ഗ്രൗണ്ട് ഒക്കെ ക്ലിയർ ആക്കിയതിനു ശേഷമാണ് അല്ലാഹു അല്ലാതെ എന്ന പടച്ചവനെ നമ്മൾ കുടിയിരുത്തേണ്ടത് എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഘടന പോലും. ദുർമൂർത്തികൾ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോ ഇമാം ശംഖീത്ത് റഹിമഹുല്ലാഹ് അത് തഫ്സീർ എഴുതി, വഅലം അന്ന കുല്ലമാ ഉബിദ മിൻ ദൂനില്ലാഹ്, നീ അറിയണം അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെട്ടിട്ടുള്ള ഏതൊന്നുമാകട്ടെ അതൊക്കെയും ത്വാഗൂത്താണ്. അതേതെങ്കിലും ബിംബം മാത്രമാവണമെന്നില്ല, അതേതെങ്കിലും അമ്പലത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന പ്രതിഷ്ഠ മാത്രമാവണമെന്നില്ല. മറിച്ച് അള്ളാഹുവിനെ ചെയ്യേണ്ട ഇബാദത്തുകൾ നീ ഏത് മൂർത്തിക്ക് സമർപ്പിക്കുന്നുണ്ടോ, നീ അള്ളാഹുവിനെ മാത്രം സമർപ്പിക്കേണ്ട പ്രാർത്ഥനകൾ, അള്ളാഹുവിനെ മാത്രം സമർപ്പിക്കേണ്ട നേർച്ചകൾ, അതൊക്കെയും പടച്ചവരല്ലാത്ത ഒന്നിലേക്ക് നീ വഴി തിരിച്ചുവിടുന്നുണ്ടെങ്കിൽ അതൊക്കെയും ത്വാഗൂത്തുകളാണ്. അത് ഉപേക്ഷിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അത് പഠിപ്പിക്കാനാണ് പ്രവാചകന്മാരെ ഈ സമൂഹത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത്. ഇമാം ശംഖീത്ത് റഹിമഹുല്ലാഹ് തുടരുന്നു, വലാ തൻഫഉ ഇബാദത്തുല്ലാഹി ഇല്ലാ ബിശർതി ഇജ്നാബി ഇബാദത്തിൻ മാ സിവാഹു. അല്ലാഹുവിന്റെ ഇബാദത്തുള്ളല്ലോ, വലാ തൻഫഉ ഇബാദത്തുല്ലാഹ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്താൽ അതൊന്നും ഉപകാരപ്പെടില്ല. ഇല്ലാ ബിശർതി ഇജ്നാബി ഇബാദത്തിൻ മാ സിവാഹു, അല്ലാഹു അല്ലാത്തവരെ നീ ഇബാദത്ത് ചെയ്യുകയില്ല എന്ന ഷർത്തോടു കൂടിയല്ലാതെ നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന കാര്യമില്ല. അതായത് പറഞ്ഞ പോലെ നീ ഹൃദയത്തിൽ ഒരുപാട് ഇലാഹുകളെ കുടിയിരുത്തിയിട്ട് പിന്നെ നീ അല്ലാഹ് അല്ലാഹ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല എന്നാണ്. അള്ളാഹുവിനോട് മാത്രമേ സഹായം അർത്ഥിക്കൂ എന്നുള്ള വിശ്വാസം ഒരു സത്യവിശ്വാസി ദിനം 5 നേരം 17 പ്രാവശ്യമെങ്കിലും ആവർത്തിക്കുന്ന പ്രതിജ്ഞയാണ് പ്രിയപ്പെട്ടവരെ. ഖുർആനിലെ 1-ാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹയുടെ 5-ാമത്തെ ആയത്തിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, ഇബാദത്ത് ചെയ്യുന്നു. അടുത്ത വാചകം എന്താ? വ ഇയ്യാക നസ്തഈൻ, അതിന്റെ വാചകം എന്താ? നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, സഹായം പക്ഷേ നീ അല്ലാത്തവരോട് ചോദിക്കാമോ? ഒരിക്കലുമല്ല. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ആ ഇബാദത്ത് ചെയ്യാൻ അർഹനായ നീ ഉണ്ടല്ലോ, നിന്നോട് മാത്രം നിന്നോട് മാത്രം നസ്തഈൻ, ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. അപ്പൊ ഈ പ്രതിജ്ഞയെ ഇല്ലാതാക്കി കളയുന്ന, ഈ പ്രതിജ്ഞയെ ലംഘിച്ചു കളയുന്ന ഒരാശയവും ഒരാദർശവും കയറിയിട്ട് പിന്നെ നമ്മൾ ഈ ദിനം 5 നേരം 17 പ്രാവശ്യം അല്ലാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവരുമായിട്ട് മുനാജാത്തിൽ ഏർപ്പെടുമ്പോ, അവരുമായിട്ട് നേരിട്ടുള്ള സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരാൾ പടച്ചവനെ നിന്നോട് മാത്രം ഞാൻ സഹായം അഭ്യർത്ഥിക്കുന്നു എന്ന് പറയുന്നതിൽ എന്താർത്ഥമാണുള്ളത് പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഇടയാളർ ആവശ്യമില്ല എന്നുള്ളത് ഖുർആൻ അത്രയേറെ പുകട്ടിപ്പറഞ്ഞ അറബി ഭാഷയുണ്ടല്ലോ, ഈ അറബി ഭാഷയിലാണ് ഞാൻ ഖുർആൻ ഇറക്കിയിട്ടുള്ളത് എന്ന് അറബി ഭാഷയെ സംബന്ധിച്ച് അള്ളാഹു പുകട്ടി പറഞ്ഞു. ആ അറബി ഭാഷയുടെ മനോഹാരിതയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്ന ഒരു ആശയം കൂടിയാണ് അള്ളാഹുവിനോടല്ലാതെ സഹായം ചോദിക്കുകയില്ല, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇടയാളർ ആവശ്യമില്ല എന്നുള്ളത്. സൂറത്തുൽ ബഖറ, ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 156-ാമത്തെ ആയത്ത്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, നബിയേ താങ്കളോട് എന്റെ അടിമകൾ എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ ഏറെ അടുത്തവനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, എന്നോട് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്നു. ഇത് നമ്മൾ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുവെങ്കിലും അത് മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ആയത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞ അതിന്റെ ഒരു മനോഹാരിതയുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ അത് ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതിന്റെ മനോഹാരിതയെ കുറിച്ച് പറയുന്നത്.
പല മുഫസ്സിറുകളും പറഞ്ഞൊരു കാര്യമാണ്. ഇമാം റാസി റഹിമഹുല്ലാഹ് അതിങ്ങനെ വിശദീകരിക്കുന്നു. നോക്കൂ, ഖുർആനിൽ ഒരുപാട് സംഭവങ്ങളെ കുറിച്ച് നബിയെ അവർ എന്നോട് ചോദിക്കുന്നു എന്ന് അൽ-ബഖറയിൽ തന്നെ പല സ്ഥലങ്ങളിൽ കാണാം. നബിയെ അവർ എന്നോട് ചോദിക്കുന്നു. നാം ഇന്ന് ഓതൽ സുന്നത്തായിട്ടുള്ള സൂറത്തുൽ കഹ്ഫിൽ പോലും യസ്അലൂനക അൻ ദുൽഖർനൈനെ സംബന്ധിച്ച് നബിയെ അവർ എന്നോട് ചോദിക്കുന്നു. അടുത്ത വാചകം എന്താ? ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, സഅത്ലൂ അലൈക്കും മിൻ ദിക്റ, അതിൽ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഏത് സംഭവത്തെയും നബിയെ അവർ എന്നോട് ചോദിക്കുന്നത് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയും ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക. നോക്കൂ, വയസ്അലൂനക അനിർ റൂഹ്, ആത്മാവിനെ സംബന്ധിച്ച് അവർ ചോദിക്കുന്നു. ഖുൽ, നബിയെ പറഞ്ഞു കൊടുത്ത് അർ-റൂഹു മിൻ റബ്ബി. വയസ്അലൂനക അനിൽ ജിബാൽ, പർവ്വതങ്ങളെ സംബന്ധിച്ച് അവർ ചോദിക്കുന്നു. ഫഖുൽ, നബിയെ പറഞ്ഞു കൊടുത്ത് യൻസിഫുഹാ റബ്ബി നസ്ഫാ, അതിനെ അല്ലാഹു കൂടിയാക്കി പിടിച്ചുകളി. വയസ്അലൂനക മാദാ യുൻഫിഖൂൻ, എന്താണ് ചെലവഴിക്കേണ്ടത് എന്ന് അവർ ചോദിക്കുന്നു. ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക അൽ അഫു, സൗകര്യങ്ങൾ ചെലവഴിക്കുക. ഇങ്ങനെ ഞാൻ ആയത്ത് ഉദ്ധരിച്ചാൽ അത് ദീർഘിച്ചു പോകുമെന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ ചുരുക്കുകയാണ്. ഇങ്ങനെ ഓരോന്നിനെ കുറിച്ച് നബിയെ അവർ ചോദിക്കുന്നു. ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ ഈ ആയത്തിലോ, ഈ ഒരൊറ്റ ആയത്തിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഇദാ സഅലക ഇബാദി അന്നി, എന്നെ സംബന്ധിച്ച അടിമകൾ ചോദിച്ചാൽ ഖുൽ എന്നുള്ളതിന്റെ ഒരു സമയം പോലും, അതിന്റെ ഒരു ഗ്യാപ്പ് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ കൊടുത്തില്ല. നബിയെ നിന്നോട് എന്റെ അടിമകൾ എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ അടുത്ത വാചകം എന്താ? ഫഇന്നി ഖരീബ്, ഞാൻ അടുത്തിട്ടാണുള്ളത്. അല്ലാഹുവാണ് അതിന് മറുപടി പറയുന്നത്. ഫഇന്നി ഖരീബ്, അപ്പോൾ ഞാൻ അവനോട് അടുത്തവനാണ് എന്ന്. അപ്പോൾ ഇമാം റാസി റഹിമഹുല്ലാഹ് വിശദീകരിച്ചു, ഏതുപോലെയാണോ അന്നഹു സുബ്ഹാനഹു വ തആല യഖൂലു, അല്ലാഹു പറയുമ്പോലെയാണത്, അബ്ദി അൻത ഇന്നമാ തഹ്താജു ഇലൽ വാസിഖതി ഫി ഗൈരി വഖ്തി ദുആ, പ്രാർത്ഥനയല്ലാത്ത സമയത്ത് മാത്രമാണ് നിനക്കും എനിക്കും ഇടയിൽ എന്തെങ്കിലും ഒരു വാസിഖ വേണ്ടത് എന്ന്. നമുക്ക് ദീൻ പഠിപ്പിച്ചു തരണമെങ്കിൽ അതിന്റെ ഇടയിൽ അല്ലാഹും നമുക്കും ഇടയിൽ റസൂൽ വേണം. റസൂലിനെ ഖുർആൻ എത്തിച്ചു കൊടുക്കണമെങ്കിൽ അല്ലാഹും റസൂലിനും ഇടയിൽ ഒരു ജിബ്രീലുണ്ട്. ഇങ്ങനെ പല സന്ദർഭങ്ങളിലും അല്ലാഹുവിന്റെ ഒരു വാസിതയുണ്ട്. പക്ഷേ അടിമയോട് പറയുന്നത് പോലെയാണ് അല്ലാഹു എനിക്കും നിനക്കും ഇടയിൽ ഒരു വാസിതയുണ്ട് വേണ്ടത് പ്രാർത്ഥനയല്ലാത്ത മറ്റു സമയങ്ങളിലാണ്. എന്നാൽ പ്രാർത്ഥനയുടെ സമയത്ത് നിനക്കും എനിക്കുമിടയിൽ ഒരു വാസിതയുടെ ആവശ്യമില്ല എന്ന് ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്ന് ഇമാം റാസി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നു. അതിന്റെ രണ്ടാമത്തെ ഒരു വചനം പറയുകയാണ്, അന്ന ഖൗലുഹു വഇദാ സഅലക ഇബാദി അന്നി, എന്റെ അടിമകൾ എന്നോട് ചോദിച്ചാൽ എന്ന അല്ലാഹുവിന്റെ വാചകമുണ്ടല്ലോ, യദുല്ലു അലാ അന്നൽ അബ്ദ ലഹ്, അത് അറിയിക്കുന്നത് അടിമ അവനുള്ളതാണ്. വഖൗലുഹു ഫഇന്നി ഖരീബ്, ഞാൻ അടുത്തവനാണെന്നുള്ള അല്ലാഹുവിന്റെ വാചകം എന്താ അറിയിക്കുന്നത്? യദുല്ലു അലാ അന്ന റബ്ബ ലിൽ അബ്ദ, അല്ലാഹു അടിമക്കുള്ളതാണ്. അടിമ അല്ലാഹുവിനും അല്ലാഹു അടിമക്കുള്ളതാണ് എന്ന് കൂടിയാണ് അത് വിശദീകരിക്കുന്നത് എന്നുള്ള മനോഹരമായ പാഠം ഇമാം റാസി റഹിമഹുല്ലാഹ് അത് വരച്ചു വെക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ. ഇങ്ങനെ മനോഹരമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് വിശദീകരിച്ചിട്ട് അല്ലാഹു നിങ്ങളുടെ അങ്ങേയറ്റം അടുത്തവനാണെന്ന്, നിങ്ങളെ കണ്ട നാടിയേക്കാൾ അടുത്തവൻ, അവന്റെ കണ്ട നാടിയേക്കാൾ അടുത്തവനാണ് ഞാൻ എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഒരു മനുഷ്യനെ ഇത്രയും ലളിതമായി വിശദീകരിച്ചിട്ട് പോലും അതൊക്കെ മുമ്പിലിരിക്കെ നോക്കൂ എപ്പോഴാണ് വ്രണപ്പെട്ടതെന്നറിയോ? അവന്റെ കൽപ്പനകൾ വികലമാക്കി തോന്നുന്ന ആശയങ്ങളെല്ലാം വേദികളിൽ കെട്ടിവരുത്തി പറഞ്ഞപ്പോഴൊന്നും വ്രണപ്പെടാത്ത മതവികാരം, ആദർശവികാരം. ഉസ്താദ് അറിയാതെ അല്ലാഹു ഈ ലോകത്ത് ഒന്നും ചെയ്യുകയില്ല എന്ന് പണ്ഡിതൻ പ്രസംഗിച്ചപ്പോ അവിടെ വ്രണപ്പെടാത്ത ഒരു ആദർശവികാരം. അള്ളാഹുവിന് മാത്രം കൽപ്പിച്ച് നൽകേണ്ട തദ്ബീറുണ്ടല്ലോ, ലോകത്തിന്റെ നിയന്ത്രണം. അള്ളാഹുവിന് മാത്രം കൽപ്പിച്ച് നൽകേണ്ട ആ തദ്ബീർ അള്ളാഹു അല്ലാത്തവർ ഒക്കെയും പകുത്തു നൽകിയപ്പോ വ്രണപ്പെടാത്ത ഒരു ആദർശവികാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ പോലും നിഷേധിക്കുന്ന വിധത്തിൽ മക്കയെക്കുറിച്ചും മദീനയെക്കുറിച്ചും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആശയത്തെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വന്തമായ ആശയം വെച്ചു വിളമ്പിയപ്പോ വ്രണപ്പെടാത്ത ആദർശവികാരം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് നിങ്ങളൊക്കെ പാടിപ്പുകഴ്ത്തുന്ന കൊണ്ടു നടക്കുന്ന ഇബ്രാഹിം ഉണ്ടല്ലോ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നികത്തി പറഞ്ഞപ്പോ വ്രണപ്പെടാത്ത ആദർശവികാരം. എപ്പോഴാണ് നോണ്ടത്? അള്ളാഹുവിനെ മാത്രം വിളിച്ചാൽ പോരെ, ഇടയിൽ എന്തിനാ ഒരാളെന്ന് ചോദിച്ചപ്പോ വ്രണപ്പെട്ടുവെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിക്കണം ഏത് ആദർശമാണ് ഈ ആളുകൾ നയിക്കുന്നത് എന്ന്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം മുൻനിർത്തുന്ന, അവരെ മാത്രം തവക്കുലാക്കുന്ന, അവരിൽ മാത്രം ആദർശത്തെ അവലംബിക്കുന്ന ഒരു സത്യവിശ്വാസി സമൂഹത്തോടൊപ്പം ചേരാനുള്ള പരിശ്രമത്തിലായിരിക്കണം നമ്മൾ ഏർപ്പെടേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോട് നമ്മളെ നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇവിടെ അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടാൻ, അവരെ
ഇടയിൽ വെക്കാൻ വേണ്ടി പലപ്പോഴും ബോധപ്പെടുന്നവരായിട്ടാണ് സൂറത്തുൽ മാഇദയിൽ 35-ാമത്തെ ആയത്ത് ദേശത്തെ വിശ്വാസികളെ അല്ലാഹുവിനെ സൂക്ഷിക്കണം, അവരിലേക്ക് നിങ്ങൾ വസീല തേടണം, അവരിലേക്ക് നിങ്ങൾ വസീല തേടണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്തിനെ ആണ് ഇവിടെ പലപ്പോഴും ബന്ധത്താറുള്ളത്. ആ ആയത്ത് മധ്യവർത്തികളെ സ്വീകരിക്കണമെന്നാണ് അതിന്റെ ആശയം നാം പഠിപ്പിച്ചിട്ടുള്ളത്. സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, അവരിലേക്ക് നിങ്ങൾ മധ്യവർത്തികളെ സ്വീകരിക്കണമെന്നാണ് ഖുർആൻ വിശദീകരിച്ച മുഫസ്സിറുകളൊക്കെയും ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുള്ളത് അതിന് നേരെ തിരിച്ചാണ്. മുഫസ്സിറുകളൊക്കെയും പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കർമ്മങ്ങളെ കൊണ്ട് നിങ്ങൾ അവരിലേക്ക് ചേരണമെന്നാണ്. അള്ളാഹുവിലേക്ക് വസീല തേടണമെന്ന് പറഞ്ഞാൽ അവരിലേക്ക് അടുപ്പിക്കുന്ന കർമ്മങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കണമെന്നാണ്. ഇസ്ലാമിൽ അപ്പൊ തവസ്സുൽ ഇല്ലേ എന്ന് സംശയം തോന്നാം. അത് വിശദീകരിക്കേണ്ട ഒരു സമയമല്ലാത്തത് കൊണ്ട് അത് പറഞ്ഞു പോകുക മാത്രമാണ് ചെയ്യുന്നത്. ഒന്ന്, ഇസ്ലാം തവസ്സുൽ അനുവദിച്ചിട്ടുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ മഹത്തായ നാമങ്ങളെ മുൻനിർത്തി അള്ളാഹുവിനെ തവസ്സുൽ ചെയ്യാൻ. അവനാണ് ഏറ്റവും ഉത്തമമായ നാമങ്ങൾ ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് അള്ളാഹു പഠിപ്പിച്ചു. അങ്ങനെ വസീലയാക്കണമെന്നാണ്. രണ്ട്, ചെയ്ത സൽക്കർമ്മങ്ങളെ മുൻനിർത്തി വസീലയാക്കാമെന്നാണ്. ഗുഹയിലകപ്പെട്ടു പോയ 3 ആളുകളുടെ ഉദാഹരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ പറഞ്ഞു പഠിപ്പിച്ചത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ സഹിഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ആ 3 ആളുകൾ എങ്ങനെയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്ന് നിങ്ങൾ ഒന്ന് അന്വേഷിച്ചു നോക്കൂ. അവര് മുൻപ് മൺമറഞ്ഞു പോയ ഏതെങ്കിലും മഹാനെ വിളിച്ച് ബദരീങ്ങളെ എന്നോ അല്ലെങ്കിൽ മുഹീദ്ദീൻ ശൈഖെ എന്നോ വിളിച്ച് ഞങ്ങളെ ഈ അപകടത്തിൽ നിന്ന് കാക്കണമേ എന്നാണ് വിളിച്ചത്. അല്ല, 3 പേര് മുൻനിർത്തിയ തവസ്സുൽ എന്താണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അവർ മുൻപ് ജീവിതത്തിൽ ചെയ്തു പോയ 3 സൽക്കർമ്മങ്ങളെയാണ് അവർ മുമ്പിൽ വെച്ചത്. മാതാപിതാക്കളെ അത്രയേറെ സ്നേഹിച്ചിരുന്ന ഒരാൾ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്ത അവരുടെ നന്മയെ എടുത്ത് സംസാരിച്ചു. വ്യഭിചാരത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടപ്പോ, വ്യഭിചാരത്തിന് വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായപ്പോ അള്ളാഹുവിനെ നീ പേടിക്കണമെന്ന് പറഞ്ഞപ്പോ ആ പടച്ചവനെ പേടിച്ച് മാത്രം ഞാൻ പിന്നോട്ട് വലിഞ്ഞു എന്നൊരാൾ നിർത്തി. മറ്റൊന്ന്, ഞാൻ കൊടുക്കാനുണ്ടായിരുന്ന ഒരു കടം, അത് പിന്നീട് അയാൾ തിരിച്ചു വന്നപ്പോ ആ പൈസ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സമ്പത്തൊക്കെ അയാൾ കൊടുത്തു. അങ്ങനെ 3 നന്മകളെ നിർത്തി അവർ പ്രാർത്ഥിച്ചപ്പോഴാണ് ആ ഗുഹയിൽ നിന്ന് പാറ നീങ്ങിപ്പോയത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്താ, അവർക്ക് മുൻപ് മഹാന്മാരെ കഴിഞ്ഞു പോയിട്ടില്ലാത്തത് കൊണ്ടാണോ? അല്ലല്ലോ, മറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന തവസ്സുൽ എന്ന് പറയുന്നത് ഈ രീതിയിലുള്ളതാണ്. എന്നതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന സച്ചരിതരായ ആളുകളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ട് തവസ്സുൽ ചെയ്യുക എന്നുള്ളതും ഇസ്ലാം പഠിപ്പിക്കുന്ന രീതിയാണ്. അതുകൊണ്ടാണ് മഴയുണ്ടായപ്പോ ആളുകൾ ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചത്, പടച്ചവനെ, ഞങ്ങൾ മുൻപ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻനിർത്തി നിന്നോട് മഴ തേടിയിരുന്നു, അപ്പോൾ നീ ഞങ്ങൾക്ക് മഴ തരുമായിരുന്നു. എന്നാൽ ഇന്ന് റസൂലുള്ളാഹിന്റെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തി ഞങ്ങൾ നിന്നോട് മഴ തേടുന്നു, പടച്ചവനെ നീ ഞങ്ങൾക്ക് മഴ തരണേ എന്ന്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ശ്രേഷ്ഠനായ ഒരു മനുഷ്യൻ, ഒരു പടത്തൊരു പ്രവാചകൻ ഈ പ്രപഞ്ചത്തിൽ ഇരിക്കെ എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വസീലയാക്കി തേടുന്നതിൽ നിന്ന് മാറി അബ്ബാസ് റളിയല്ലാഹു അൻഹു മുൻനിർത്തിയെന്ന് ആലോചിക്കുമ്പോൾ ഏതൊരു മനുഷ്യനും ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ്, പ്രവാചകൻ വഫാത്തായി പോയതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥനയെ മുൻനിർത്തിയത് എന്ന്. ഇത് പഠിപ്പിക്കാനാവാതെ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ആളുകളിലേക്ക് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി വരികയാണ്. മറ്റൊന്ന് നിങ്ങൾ അറിയിക്കണം, ഒരാൾ മരിച്ചപ്പോ അതുവരെ ഇല്ലാത്ത കറാമത്തുകളൊക്കെ പുതിയതായിട്ട് വരികയും ഖബറിൽ എത്തിക്കഴിഞ്ഞാലാണ് അവരുടെ ശ്രേഷ്ഠത വർദ്ധിക്കുന്നത്. അപ്പോഴാണ് അവരുടെ കറാമത്ത് കൂടുന്നത്. അപ്പോഴാണ് ഇവിടെ നിന്ന് വിളിച്ചാൽ കേൾക്കുന്നത്. അല്ലാത്ത സമയം ജീവിച്ചിരിക്കുമ്പോൾ വിളിച്ചാൽ കേൾക്കുക, മറിച്ച് മരിച്ചാൽ വിളിക്കുമ്പോഴാണ് അവർക്ക് കറാമത്ത് കൂടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് വഫാത്തിന് ശേഷം വർദ്ധിക്കുമെന്നും അതുകൊണ്ട് റസൂലിനോട് പ്രാർത്ഥിക്കണമെന്നുമല്ലേ. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അങ്ങനെയല്ല. ഇസ്ലാമിന്റെ പാഠം കൃത്യമായിട്ട് പുലർത്തിയ സഹാബാക്കൾ ഈ രീതിയിലാണ് അനുഷ്ഠിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ആണ്ട് നേർച്ചകൾ, ബദരീങ്ങൾ വിളിക്കുന്ന പ്രാർത്ഥനകൾ, അവർക്ക് വേണ്ടി നടത്തുന്ന ആചാരങ്ങൾ, അവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ജിൽസകൾ, അവരുടെ ബർക്കത്ത് കൊണ്ട് രക്ഷിക്കണേ എന്ന് പറയുന്ന ആളുകൾ, അവരുടെ ഹക്ക്ജാത ബർക്കത്ത് കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, ഇതിലൊക്കെ വിദഗ്ധായതുകൊണ്ട് ശിർക്കിലേക്ക് എത്തിച്ചേരുന്നതുണ്ട്. ശിർക്ക് തന്നെയുണ്ട്. ഇങ്ങനെ പല രീതിയിലും നമ്മുടെ ആചാരങ്ങൾ വഴിതെറ്റിക്കപ്പെടുന്നുണ്ട്. അവിടെയൊക്കെ ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ടാണ് ഈ ആദർശത്തിൽ ഉറച്ചു നിൽക്കാൻ, ഈ വഴികളിൽ ഉറച്ചു നിൽക്കാൻ ജനങ്ങളെ അവർ ഉപദേശിക്കാറുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിനെ, ദീനിനെ, ഈമാനിനെ അതിന്റെ ഹക്കായ വഴിയിൽ നിന്ന് മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള പ്രാർത്ഥനയും സമർപ്പണവും അതിനുള്ള സമയം കണ്ടെത്തലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ ദീനിനെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കുവാനും മരണം വരെ ആ രീതിയിൽ ജീവിച്ച് ആ വഴിയായി കൊണ്ട് തൗഹീദിന്റെ മാർഗ്ഗത്തിൽ മരണപ്പെട്ടു പോകാനുമുള്ള തൗഫീഖ് പടച്ചവൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിത വഴിയിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ നമുക്ക് പുറത്ത് മാപ്പാക്കി അനുഗ്രഹിച്ചു പെരുമാറാകട്ടെ. പടച്ചവനെ, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും രഹസ്യമായും ചെറുതും വലുതുമായ എത്രയോ തിന്മകൾ നിങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയി നാഥ. എന്റെ ദീനിനെ മനസ്സിലാക്കിയതിനു ശേഷവും നിങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ തിന്മകൾ ഒരുപാട്
പഠിച്ചവനെ ഞങ്ങളുടെ ദൗർബല്യം മനസ്സിലാക്കി ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കാൻ പഠിച്ചവനെ ഈ ദീനിന്റെ വഴിയിലായി മരണപ്പെട്ടു പോകാൻ ഈ തൗഹീദിന്റെ വഴിയിൽ ഉറച്ചു നിന്ന് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി മരണപ്പെടാനുള്ള തൗഫീഖ് നൽകി നിങ്ങൾ നീ അനുഗ്രഹിക്കണേ നാഥ. പഠിച്ചവനെ ഖബറിൽ അദാബുകളെ തൊട്ട് നിങ്ങൾ നീ കാത്തുരക്ഷിക്കണേ നാഥ. പഠിച്ചവനെ പരലോകത്തിൽ ഒരു വിഭാഗം സ്വർഗ്ഗത്തിലേക്കും ഒരു വിഭാഗം നരകത്തിലേക്കും നയിക്കപ്പെടുന്നു. സ്വർഗ്ഗത്തിലേക്ക് നയിക്കപ്പെടുന്ന സൗഭാഗ്യവാന്മാരിൽ നിങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. പഠിച്ചവനെ അവരുടെ രോഗങ്ങളെ നീ എത്രയും നശിപ്പിക്കണമേ നാഥ. പഠിച്ചവനെ നിനക്കാണെല്ലാം കഴിയുന്നത്. പഠിച്ചവനെ നീ അവർക്ക് ഇഷ്ടം നൽകി അനുഗ്രഹിക്കണമേ നാഥ. പഠിച്ചവനെ ഞങ്ങളോട് വസീയത്ത് ആളുകളുടെ രോഗങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും വ്യസനങ്ങളും കടങ്ങളും എല്ലാം നീ പരിഹരിച്ചു കൊടുക്കുന്ന നാഥ. പഠിച്ചവനെ ഈ ദീനിനെ അത്രയേറെ സ്നേഹിക്കുവാനും അതിന്റെ ഖുർആനിനെ അത്രയേറെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുവാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ നാഥ. പഠിച്ചവനെ നിങ്ങളുടെ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണമേ നാഥ. പഠിച്ചവനെ ചെറുപ്പത്തിൽ നിങ്ങളോട് കാരുണ്യം കാണിച്ചതുപോലെ അവർക്ക് നീ കാരുണ്യത്തിന്റെ ചെറുകിടത്ത് കൊടുക്കണേ നാഥ. പഠിച്ചവനെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين برحمتك يا أرحم الراحمين.